സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിൽ തകർത്ത ഭീകര കേന്ദ്രം വീണ്ടും പാകിസ്ഥാനിൽ ഉയരുന്നു. ജെയ്ഷെ ആസ്ഥാനത്തിന് പാക് സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. പാകിസ്ഥാൻ ആകട്ടെ ഇത്തരത്തിൽ ഇത് വീണ്ടും ഉയർത്തുന്നത് വഴി കൂടുതൽ ആശങ്കകൾ നിലനിൽക്കുന്നു. ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ ആക്രമണത്തിൽ തകർത്ത ജെയ്ഷെ മുഹമ്മദിന്റെ പാകിസ്ഥാനിലെ ആസ്ഥാന മന്ദിരമാണ് ഇപ്പോൾ പുനർനിർമ്മിച്ചതായി തന്നെയുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പഞ്ചാബ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഭീകര സംഘടനയുടെ കേന്ദ്രം പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ സർക്കാർ അവിടെ തവണകളായി തന്നെ ഏകദേശം 25 കോടി രൂപ നൽകിയെന്നതാണ് ഈ ഒരു വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഭീകരവാദത്തിനെതിരായ നടപടികളിൽ പാകിസ്ഥാന്റെ യഥാർത്ഥ നിലപാട് എന്താണ് എന്ന ചോദ്യം വീണ്ടും ശക്തമാവുകയാണ്. 2025 മേയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്ന് ലക്ഷ്യമിട്ടത്. ഇന്ത്യൻ ആക്രമണത്തിൽ കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടം ഉണ്ടായി എന്നതാണ് റിപ്പോർട്ടുകൾ. മിസൈൽ ആക്രമണത്തിൽ കെട്ടിടത്തിന്റെ പ്രധാന ഹോളുകളും മേൽക്കൂരയിലും വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. എന്നാൽ ആക്രമണത്തിന് പിന്നാലെ തന്നെ കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ടില്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ ഒരു വിവരം സൂചിപ്പിക്കുന്നത്. വലിയ തോതിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി കേന്ദ്രം വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നുള്ള അതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പ്രകാരം പ്രധാന ഹോളിന്റെ പുനർനിർമ്മാണത്തിന് മാത്രം ഏകദേശം 11 കോടി പാക് രൂപ ചിലവഴിച്ചതായും പറയുന്നുണ്ട്. തകർന്ന ഭാഗങ്ങൾ അത് നികത്തിക്കൊണ്ട് പുതിയ മാർബിൾ ഉൾപ്പെടെ സ്ഥാപിച്ചാണ് പുനർനിർമ്മാണം പൂർത്തിയാക്കിയതെന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം ഉയരുന്നത്. ഇന്ത്യ ആക്രമിച്ച് തകർത്ത ഭീകര കേന്ദ്രം വീണ്ടും പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ സർക്കാർ തന്നെ പണം നൽകിയോ എന്നതാണ്. റിപ്പോർട്ടുകൾ ശരിയാണ് എങ്കിൽ ഇതൊരു കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം മാത്രമല്ല, പാകിസ്ഥാൻ ഭീകര സംഘടനയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നുവെന്ന അവകാശവാദങ്ങൾക്ക് തന്നെ വലിയ തിരിച്ചടിയാകുന്ന ഒരു സംഭവമായി മാറുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഭീകര പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ജെയ്ഷെ മുഹമ്മദിനെ പോലെയുള്ള സംഘടനകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടും ശക്തിപ്പെടുത്തുന്നു എന്നത് ആ ഒരു ആരോപണം ഇവിടെ ഗുരുതരമാവുകയാണ്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ നൽകിയ ശക്തമായ സൈനിക സന്ദേശമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ. ഭീകര കേന്ദ്രങ്ങൾ അത് സുരക്ഷിതമല്ലെന്ന മുന്നറിയിപ്പായിരുന്നു ഇന്ത്യയുടെ ഈ ഒരു നീക്കം. എന്നാൽ അതേ കേന്ദ്രം വീണ്ടും ഉയർന്നു വരുന്നു എന്നത് വളരെയധികം ആശങ്ക നിലനിൽക്കുന്നു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാന്റെ നിലപാടിനെ കുറിച്ച് പുതിയ സംശയങ്ങൾ ഉയർന്നു വരികയാണ്. അതേസമയം പാകിസ്ഥാൻ സർക്കാർ ഈ ആരോപണങ്ങളെ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നും അതും ശ്രദ്ധേയമാകുന്നു. അതിനാൽ തന്നെ 25 കോടി രൂപയുടെ ധനസഹായം ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ സ്വതന്ത്രമായി തന്നെ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. എങ്കിലും സംഭവ വികാസം ഉയർത്തുന്ന ചോദ്യം വളരെ വ്യക്തമാണ്. ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രം പാകിസ്ഥാൻ വീണ്ടും പണിയുകയാണോ? ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തന്നെ ഇന്ത്യ നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം വീണ്ടും ഉയരുന്നുവെങ്കിൽ ഇത് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിലെ അടുത്ത വലിയ വെല്ലുവിളിയാകുമോ? ഇന്ത്യ പാകിസ്ഥാൻ സുരക്ഷാ ബന്ധത്തിൽ ഒരു വലിയ റിപ്പോർട്ട് ഇത് വലിയ ഒരു പ്രത്യാഘാതത്തിന് തന്നെ സാധ്യതയേറുകയാണ്. ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ തന്നെ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ബഹാവൽപൂർ ക്യാമ്പിലായിരുന്നു ഇന്ത്യൻ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമായി പറയുന്നത്. 18 ഏക്കർ സമുച്ചയത്തിൽ വ്യാപിച്ചു കിടന്നിരുന്ന ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് 2001 പാർലമെന്റ് ആക്രമണം, 2016 പത്താൻകോട്ട് വ്യോമതാവള ആക്രമണം, 2019 പുൽവാമ ചാവേർ ബോംബ് ആക്രമണം തുടങ്ങിയ ഭീകര ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതെല്ലാം തന്നെ. ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ബഹാൽപൂർ ക്യാമ്പിൽ ഒട്ടേറെ ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇവരിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ 10 ഉറ്റ ബന്ധുക്കളും ഇതിൽ ഉൾപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.